പ്രിയമുള്ളവരെ, ഇതാണ് നൂർ ഓസ്മാനിയ മോസ്ക്. ഇസ്താംബുൾ നഗരത്തിലെ ഫാത്തിയ ഡിസ്ട്രിക്റ്റിൽ ഷംബർലാത്താഷ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ട്രീറ്റിനടുത്താണ് ഈ ഒരു മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മോസ്കിൻ്റെ മിനാരൊക്കെ കാണുവാൻ ഇടയായതും അവിടെ നിന്ന് വെയിറ്ററെടുത്ത് ചോദിച്ചപ്പോഴാണ് ഈ മോസ്കിനെ കുറിച്ച് കൂടുതൽ അറിയാനിടയായതും. ഞാൻ കാണാൻ പോകുന്ന ലിസ്റ്റിലൊന്നും ഈ മോസ്ക് ഇല്ലായിരുന്നു, അതിൽ ഇടം പിടിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും ടർക്കിയുടെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ ടർക്കിയിൽ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു മോസ്കാണ്, വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു മോസ്കാണ്. 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ മോസ്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ടർക്കിഷ് വിശേഷങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെംബർലിത്താസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ട്രീറ്റിലാണ്. ഒരുപാട് ട്രാമും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന മനോഹരമായ ഒരു സ്ട്രീറ്റാണ്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡും അതിനടുത്ത് തന്നെയാണ് ഗ്രാൻഡ് ബസാറൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഉട്ടോപ്യൻ സുൽത്താന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ച നൂർ ഓസ്മാനിയ മോസ്ക് എന്ന് പറയുന്ന മനോഹരമായ ഒരു മോസ്കാണ്. ചരിത്രപ്രസിദ്ധമായ നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ അകത്തെ വിസ്മയ കാഴ്ചകൾ കാണുവാനുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. എൻ്റെ മുന്നിൽ കാണുന്നതാണ് നൂർ ഓസ്മാനിയ മോസ്ക്. വളരെ വിശാലമായ ഈ മൈതാനത്തൂടെ നടന്നു വേണം നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. എന്തിനാണോ ഇത്രയും വലിയൊരു വിശാലമായ മൈതാനം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നും അറിയില്ല. എങ്കിൽ കൂടിയും ഈ മൈതാനത്ത് നിൽക്കുന്ന സമയത്ത് നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോസൊക്കെ നമുക്ക് പകർത്തുവാൻ സാധിക്കും. ഈ മൈതാനത്തിൻ്റെ രണ്ട് വശങ്ങളിലായി ഒരുപാട് ചെറുതും വലുതുമായ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ ഷോപ്പുകളിലൊക്കെ ടർക്കിഷ് സ്വീറ്റ്സുകളും അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ചുകളും ഫ്രഷ് ജ്യൂസുകളും സ്നാക്സുകളും തുണിത്തരങ്ങളും ബാഗുകളും ലെതർ ചെരുപ്പുകളൊക്കെ വിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്തായാലും ഈ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം തുണിത്തരങ്ങൾക്കും അതുപോലെ തന്നെ ലെതർ ഐറ്റംസിനൊക്കെ വളരെ വിലക്കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വിലയോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തില്ല, ഷോപ്പിലൊക്കെ ഒന്നും പ്രവേശിച്ചില്ല. ഇനി ഇത് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പർച്ചേസിങ്ങിനും ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടത്. ഇപ്പോൾ ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് വളരെ ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാൻഡ് ബസാറിൻ്റെ വീഡിയോസൊക്കെ ഈ വരുന്ന എപ്പിസോഡിലൊക്കെ കാണിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ അകത്തെ വിസ്മയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പള്ളിയിലേക്ക് പ്രവേശന ഫീസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും പ്രവേശിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥനാ ദിവസങ്ങളിലെ സന്ദർശകരെയൊന്നും അനുവദിക്കത്തില്ല. അകത്ത് ചെന്നിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ സ്വാഗതം. എനിക്കൊന്ന് പ്രയറിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു മോസ്കിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്, നൂർ ഓസ്മാനിയ മോസ്ക്. അപ്പോൾ നമുക്ക് ഈ മോസ്കിൻ്റെ 4 ചുറ്റും ഒന്ന് കറങ്ങിക്കാണാം. ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് അറിയത്തില്ല.
കണ്ടില്ലേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് വിനോദസഞ്ചാരികളെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിവിശാലമായ വലിയൊരു കോർട്ട്യാർഡ് നമുക്ക് കാണുവാൻ കഴിയും. ഈ കോർട്ട്യാർഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഈ പള്ളിയിലേക്ക് പ്രയറിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ അകത്ത് ഭയങ്കര ഒരു ക്രൗഡ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ കോർട്ട്യാർഡിൽ നിന്നുകൊണ്ട് പ്രയർ ചെല്ലുവാനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കോർട്ട്യാർഡ് നിർമ്മിച്ചതിൻ്റെ ഉദ്ദേശം. ഈ കോർട്ട്യാർഡിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആണ്. അപ്പോൾ ആവശ്യത്തിന് വായുവും വെളിച്ചമൊക്കെ ലഭിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോർട്ട്യാർഡ് കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ എൻട്രൻസ് നമുക്ക് കാണുവാൻ കഴിയും. ആ മെയിൻ എൻട്രൻസിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സെക്യൂരിറ്റിമാരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കണം നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. പള്ളിയുടെ ഉള്ളിലേക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. ചെരുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ആ പള്ളിയുടെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ കാണുവാൻ കഴിഞ്ഞു. സ്ത്രീകൾക്ക് തല നല്ല രീതിയിൽ മറച്ചുകൊണ്ട് വേണം, കംപ്ലീറ്റ്ലി മറച്ചുകൊണ്ട് വേണം പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അതിനുള്ള വസ്ത്രങ്ങളും കാഫുകളൊക്കെ അവിടുന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആണുങ്ങൾക്ക് ഷോർട്സ് പോലുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ സ്വിമ്മിങ് ഡ്രസ്സുകളോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ധരിച്ചുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. പ്രോപ്പറായിട്ടുള്ള ഡ്രസ് കോഡ് ധരിച്ചെങ്കിൽ മാത്രമേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായില്ല. ഒരുപാട് ആൾക്കാർക്ക് ഈ സമയത്ത് നിന്നുകൊണ്ട് പ്രയർ ചൊല്ലുവാനുള്ള സൗകര്യങ്ങളും പള്ളിയിലുണ്ട്. പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളിൽ പ്രയർ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രയർ ചെയ്യുന്ന സമയത്ത് സന്ദർശകരെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. ഫ്രൈഡേ പോലുള്ള ദിവസങ്ങളിലൊന്നും പ്രയറിനുള്ള സമയങ്ങളിലൊന്നും പള്ളിയിൽ സന്ദർശകരെ അനുവദിക്കുകയില്ല. ഞാനിപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിവിശാലമായ ഒരു പള്ളിയാണ്. 18ാം സെഞ്ച്വറിയിൽ ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയാണിത്. ടർക്കിയിലെ ഇസ്താംബുൾ നഗരത്തിലെ ഫാത്തിയ ഡിസ്ട്രിക്റ്റിൽ ഷംബർലാത്താഷ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു മനോഹരമായ ചരിത്ര പ്രസിദ്ധമായ നൂർ ഓസ്മാനിയ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീക്ക് ആർക്കിടെക്റ്റായ സൈമൺ കാഫയുടെ നേതൃത്വത്തിൽ 1748 ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1755 നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഏകദേശം 43.5 മീറ്റർ ഹൈറ്റുള്ള ഈ പള്ളിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ഉള്ളാകൃതിയുള്ള ഒരു ഡോം 2 മിനാറുമാണ്. പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഈ ഡോമിലേക്ക് നോക്കുന്ന സമയത്ത് മനോഹരമായ അറബിക് കലിഗ്രഫിയുടെ വലിയൊരു സൃഷ്ടി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ വെർസസൊക്കെ ഈ ഒരു ഡോമിൻ്റെ എല്ലാ ഭാഗത്തും എഴുതി വച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോമിൽ മാത്രമല്ല പള്ളിയുടെ എല്ലാ തൂണുകളിലും അതുപോലെ തന്നെ ഭിത്തികളിലൊക്കെ വിശുദ്ധ ഖുർആൻ്റെ വെർസസ് എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പള്ളി സന്ദർശിക്കാനുള്ള അനുമതി എന്ന് പറയുന്നത്. പ്രത്യേക ഡ്രസ് കോഡുകളും ധരിച്ചുകൊണ്ട് മാത്രമേ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പ്രത്യേക പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് സന്ദർശകരെ പള്ളിയിലേക്ക് അനുവദിക്കുകയില്ല. ചരിത്രത്തിൽ ഇടം നേടിയ മനോഹരമായ ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് നൂർ ഓസ്മാനിയ മോസ്ക്. അതിവിശാലവും ആരെയും വിസ്മയിപ്പിക്കുന്ന നൂർ ഓസ്മാനിയയുടെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നൂർ ഓസ്മാനിയ എന്നതിനർത്ഥം ലൈറ്റ്സ് ഓഫ് ഓസ്മ എന്നാണ്.
പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് സന്ദർശകരെ ഈ പള്ളി സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഗൈഡിനൊപ്പം അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. ചരിത്രത്തിൽ ഇടനേടിയിട്ടുള്ള ഈ നൂർ ഓസ്മാനിയ മോസ്ക് സന്ദർശിക്കാതെ ആർക്കും ഇസ്താംബൂൾ നഗരം കടന്നു പോകാൻ കഴിയില്ല. ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് ബസാർ കാണുവാനിടയായി. ഈ പള്ളിയുടെ മെയിൻ വാതിലിനോട് അല്ലെങ്കിൽ പള്ളിയുടെ അകത്തേക്ക് കയറുന്ന കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് കാണുന്ന മെയിൻ വാതിലിനോട് ചേർന്നാണ് ഈ ഒരു ഗ്രാൻഡ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. ഗ്രാൻഡ് ബസാറിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും അതിവിശാലമായ ആ ഗ്രൗണ്ടിലേക്ക് എത്തി. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ അല്ലെങ്കിൽ ഈ പള്ളിയുടെ പൂർണ്ണമായ മനോഹരമായ രൂപം ഒപ്പിയെടുക്കാൻ സാധിക്കും. രാത്രിയിലെ കാഴ്ചകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ചരിത്രപ്രസിദ്ധമായ ടർക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ നൂർ ഓസ്മാനിയയുടെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.